അക്ഷയ് പി വി എന്ന് പേര്. ടെക്നിക്കൽ ലേബർ എന്താ സംഭവം? ഡിപ്ലോമ കെമിക്കൽ കഴിഞ്ഞു. ഡിപ്ലോമ കെമിക്കൽ. അപ്പോ ഇവിടെ കെമിക്കലിന്റെ കമ്പനി തൃക്കേട്ട. ഓക്കെ. നിങ്ങൾ തൃക്കേട്ട 27 നക്ഷത്രങ്ങളും എന്റെ ചാനലിൽ ചെയ്തിട്ടുണ്ട്, കണ്ടായിരുന്നോ? അതില് ഒരു പാർട്ട് ഞാൻ കണ്ടിരുന്നു, ഒരു വീഡിയോ കണ്ടിരുന്നു തൃക്കേട്ടന്റെ. ശരി. കുറച്ച് കണ്ടിരുന്നു. 1997 5:25 PM. അനിൽകുമാർ പി. എന്താണ് ഇൻഡസ്ട്രിയിലാണ്? എന്ത് ഇൻഡസ്ട്രിയിലായിട്ട് വർക്കാണ്? വർക്ക് വർക്ക്ഷോപ്പ് വെൽഡറാണ്. ഭരണി നക്ഷത്രം ശനി, ചന്ദ്രൻ വിത്ത് ശനിയുടെ കർമ്മം. ഓക്കെ. ഷൈജ ലാബ് ടെക്നീഷ്യൻ, രാഹുവിന്റെ കർമ്മ, തിരുവാതിര നക്ഷത്രം. അച്ഛനമ്മയും കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ല ലൈഫില് സ്റ്റാർട്ടിങ്ങില്? അതെ. അക്ഷര അനിയത്തിയാണ്, ആർക്കിടെക്ട് ആണ്. പുണർന്നു. ശനിയുടെ കർമ്മ. നല്ല മടിയുള്ള ഒരു ക്യാരക്ടറാണല്ലോ. അതെ, കറക്റ്റാ. കാലിലുള്ള അപകടം വല്ലതും പറ്റിയായിരുന്നു? ആർക്ക്? ഈ അക്ഷരക്ക് ഇല്ല. കാലിന് അപകടം. അക്ഷരക്ക് സംതിങ്. അച്ഛനും മോളും തമ്മിൽ എങ്ങനെയാ കണക്ഷൻ? വീട്ടിലെപ്പോഴും ഓപ്പോസിറ്റ് ആണ്. വീട്ടിലാണോ നാട്ടിലാണോ ആകാശത്താണോ ഭൂമിയിൽ താഴാണോ ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. വീട്ടുകാരായിട്ടാണ്, അച്ഛനായിട്ട്. അച്ഛനും മോളും തമ്മിൽ എങ്ങനെയാണ് കണക്ഷൻ? ചോദ്യത്തിന് അർത്ഥം തെറ്റാ. അച്ഛനും മോളും തമ്മിലാണ് ഇങ്ങനെ കണക്ഷൻ എന്ന് പറയുമ്പോ അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം തെറ്റാ. അതിന്റെ മീനിങ് എന്താ? അച്ഛനും മോളും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണ്? അവര് തമ്മിൽ എപ്പോഴും ചില വഴക്കുകളും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവർ ഒന്നിച്ചു വീണ്ടും ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ. അതറിയാൻ വേണ്ടിട്ടാ. അതറിയാൻ. അത് അവളുടെ വിധി, അവളുടെ കർമ്മ പണി. അവൾക്ക് നല്ല പെട്ടിന്റെ പണി ദൈവം വെച്ചിട്ടുണ്ട് എന്ന് അർത്ഥം. ശ്രീരാമന്റെ ജാതകമാണ് പുണർന്ന നക്ഷത്രം. ശ്രീരാമന്റെ അച്ഛൻ എങ്ങനെയാ? അപ്പൊ മോളെ കൊണ്ട് ദുഃഖിക്കാനും മോള് മൂലം അച്ഛൻ മൂലം മോള് കല്യാണം വിവാഹമൊക്കെ. അവൾക്ക് എത്ര വയസ്സുണ്ട്? 24. വേണമെങ്കിൽ അപ്പോയിന്റ്മെന്റ് എടുത്തേക്കാൻ പറഞ്ഞോ അനീതിക്ക് വേണ്ടിട്ട്. എടുത്താ നല്ലത് അനീതിക്ക്, അല്ലെങ്കിൽ ആള് പെടും. ശരി, അതോട്ടെ. നിന്റെ കാര്യം പറയാം. അക്ഷയ് അല്ല, നേരത്തെ ഒന്നും ആരായിരുന്നു? ഒരു സെക്കൻഡ് കേട്ടോ. അർജുൻ ബാബു. ഒരു മിനിറ്റ്. പുള്ളിയുടെ PDF ഫയൽ നിർത്തിക്കാണ്ട് മറന്നുപോയി. ഒരു മിനിറ്റ് കേട്ടാ. ഓക്കെ. അക്ഷയ് 10 സെപ്റ്റംബർ 1997 5:25 PM. തൃക്കേട്ട പാദം 4, 27 വയസ്സും 2 മാസം 23 ദിവസം പ്രായമുണ്ട്. ലഗ്നം വരുന്നത് അവിട്ടത്തിലാണ് ലഗ്നം, അതായത് മുൻജന്മ കർമ്മ ഇരിക്കുന്നത്. കൂട്ടത്തില് കേതു ഉണ്ട്. രാഹു കേതു ദോഷത്തിലുള്ള ജാതകമാണ് നിങ്ങളുടെ ജാതകം. സോ അതിന്റെ ഫലമായിട്ട് എപ്പോഴും ഒരു എനർജി കുറവ് ഫീൽ ചെയ്യൂലേ ബോഡിയില്? അത് മാത്രമല്ല, എന്തേലും ഈ പറയുന്ന വയറിന് താഴെ കണ്ടലുമായി ബന്ധപ്പെട്ടോ വയറിന് താഴെ അവിടെ എന്തെങ്കിലും ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടാവും? വയറിന് താഴെയായിട്ട്? വയറിലാണ് ഉദ്ദേശിക്കുന്നത്? വയറിന്റെ താഴെ വയറ് സംബന്ധമായിട്ട് ചില സമയത്ത് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ. വയർ സംബന്ധമല്ല, ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. വലിയ കുഴപ്പമില്ല, എന്നാലും ഉണ്ട്. തലമുടി കൊഴിഞ്ഞത് ആർക്കാ ഫാമിലിയില്? തലമുടി കഷണ്ടി ആയിട്ടാണോ? എങ്ങനെയാ തലമുടി കൊഴിയാന്ന് പറഞ്ഞ? പിന്നെ തലമുടി നടത്തും തെറ്റാ? അല്ല, മുടി ഉണ്ടായിട്ട് പിന്നീട് മുടി ഉണ്ടായിട്ട് മൊത്തത്തില് പോയതാണ് എങ്ങനെ ഉദ്ദേശം? അല്ല, വല്ല അസുഖം വന്നിട്ട് പോയതാണ് അങ്ങനെയാണോ? തലമുടി കൊഴിയ എന്ന് പറഞ്ഞാൽ എന്തു ആവാം? തലമുടി ഇല്ല, തലമുടി കുറവ്, മുടി കുറവ്, അങ്ങനെയുള്ള ആരാ? അച്ഛന് ഒന്നും അങ്ങനെ പ്രശ്നമില്ല. അച്ഛന്റെ അച്ഛനൊക്കെ ഉണ്ടായിരുന്നു. അമ്മയ്ക്കുണ്ട്.
അമ്മക്കൊന്നും പ്രശ്നമില്ല, അച്ഛനൊന്നും കുഴപ്പമില്ല, അച്ഛനും അമ്മക്കൊന്നും. ശരി ശരി, കുഴപ്പമില്ല. അത് എനിക്ക് കൂടി പൊളിയാനുള്ള സാധ്യത ഉണ്ട് പറഞ്ഞത്. ആ 1 2 എല്ലാ കാര്യത്തിലും വരെ സ്ലോ ആണല്ലേ? സംസാരിക്കാൻ എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നോ ചെറുപ്പത്തിലേക്ക് നാളിൽ? എങ്ങനെ സംസാരിക്കാൻ? നടക്കാനോ സംസാരിക്കാനോ എന്തെങ്കിലും സ്ലോ ആയിരുന്നോ? വീട്ടുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇല്ല, അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഒരു സ്ലോ ആണ് മൈൻഡ് സെറ്റ് അല്ലേ? സിനിമയ്ക്ക് പോകുന്ന സിനിമയ്ക്ക് ഇന്നോ നാളെ ആവട്ടെ അതൊക്കെ മതി, അതൊരു ആ ക്യാരക്ടറാണ്. അത് ചില സമയത്ത് അങ്ങനെ ഒരു ഡബിൾ മൈൻഡ് വരാറുണ്ട്. ശരി. പക്ഷെ ജോലി ചെയ്യണമെന്ന് വലിയ ആഗ്രഹമാണല്ലോ. അതെ. നാട്ടിൽ സേവനം ചെയ്യണമെന്നോ നാട്ടിൽ എന്തെങ്കിലും ചെയ്യണമെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വലിയൊരു ആഗ്രഹം ഉണ്ടോ? അതെ. 2 3 വീട് അയലക്കാരോടും അയലക്കവും ജനങ്ങളോടും എന്തൊക്കെ ഒരു വിരക്തി ഉണ്ട് കേട്ടോ. പ്രശ്നങ്ങളുണ്ട്. 4 ശരിയാ. 2 3 4 അമ്മയ്ക്ക് വയറുമായി ബന്ധപ്പെട്ട് പ്രശ്നമുണ്ട്, ബ്ലഡുമായി റിലേറ്റഡ് ആയിട്ട് പ്രശ്നമുണ്ട്. അമ്മയ്ക്ക് ഒരു അപകടം സംഭവിച്ചു പോയിട്ടുണ്ടാവില്ല? അമ്മയ്ക്ക് വീഴ്ച അപകടം എന്തെങ്കിലും വന്നു പോയിട്ടുണ്ടാവില്ല? ആ കുറെ മുന്നേ ഉണ്ടായിരുന്നു, വണ്ടിയിൽ നിന്ന് വീണ ഒരു അപകടമൊക്കെ ഉണ്ടായിരുന്നു. വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. അപകടം സംഭവിച്ചു പോയിട്ടുണ്ട്. ഈ അമ്മയുടെ തറവാട്ടിൽ ആരാണ് ആത്മീയ മേഖലയിൽ ഉണ്ടായിരുന്നത്? ആത്മീയ മേഖലയിൽ ആരെയും പോയിട്ടുണ്ടായിരുന്നു? ഈ യൂട്രസുമായി ബന്ധപ്പെട്ട് വയറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട് കേട്ടോ. ബ്ലഡ് റിലേറ്റഡ് പ്രശ്നമാണ് അമ്മയ്ക്ക്. നിനക്ക് ജന്മശനി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ശരിക്ക് പറഞ്ഞാൽ നിനക്ക് ഇനി 2.5 കൊല്ലം കൂടി സമയമുണ്ട്. ഈ 2.5 കൊല്ലം കൊണ്ട് നീ എന്തെങ്കിലും പഠിച്ച, അതായത് ലോക നന്മയ്ക്കായിട്ടോ എന്ത് പഠിച്ചാലും അത് നിന്റെ ജീവിതകാലം മുഴുവൻ നിനക്ക് വരുമാനം തരുന്ന അർത്ഥം. തീരാറായി, എന്നാലും 2.5 കൊല്ലം കൂടി ബാക്കിയുണ്ട്. ഇപ്പൊ ഒരു സമാധാനപരമായിട്ട് ഇനിയും 2.5 കൊല്ലം കൂടി ബാക്കിയുണ്ട് പ്രശ്നങ്ങളൊക്കെ തീരാൻ വേണ്ടിട്ട്. ഇപ്പൊ വലിയൊരു 2 കൊല്ലമായിട്ട് ഭയങ്കര കഷ്ടപ്പാടിലായിരിക്കും, ടെൻഷൻ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഉണ്ടായിരിക്കും. സോ ആത്മീയ മേഖലയിൽ പോവാണെങ്കിൽ അതിനെ കുറെയൊക്കെ തടസ്സം ചെയ്യാൻ പറ്റും. സോ 25 വയസ്സ് 24 വയസ്സ് തൊട്ടേ പ്രശ്നങ്ങളായിരുന്നു. 26 27 28 29 30 28 വയസ്സ് കഴിയണം. ശരി, ഇത് കഴിഞ്ഞ് അമ്മയ്ക്ക് വേണ്ടി പുണ്യം ചെയ്യാന്നുള്ളൊരു കർമ്മ ബാക്കിയുണ്ട്. അപ്പൊ അമ്മയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യേണ്ടി വരും. പക്ഷെ അമ്മയും നീയും തമ്മിൽ ചേരില്ല. അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ അമ്മയും നീയും തമ്മിലുണ്ടാവും. ശരിയാണോ? ചെറിയ ചെറിയ കാര്യങ്ങളില്, വലിയതായിട്ടില്ല. 2 3 4 5 അമ്മ പറയുന്ന വാക്ക് കേക്കണ്ട. ഐ മീൻ അമ്മ പറയുന്ന റൂട്ടിൽ പോകണ്ട. പ്രശ്ന 1 2 3 4 5 5 പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഡോക്യുമെന്റുമായി ബന്ധപ്പെട്ടോ ആധാർ കാർഡ്, അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ്, SLC സർട്ടിഫിക്കറ്റ്, പേരുമാറ്റം അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടായിരുന്നോ? പേരിന്റെ ഇനീഷ്യലിന്റെ പ്രശ്നം വന്നിരുന്നു. മാറ്റാനൊക്കെ കുറെ നടന്നു. മാറ്റാൻ വേണ്ടി കുറെ നടന്നു, പിന്നെ റെഡി ആയി. പിന്നെ അതേപോലെ ഡോക്യുമെന്റേഷൻ ഒക്കെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ അല്ല, പിന്നെ അത് ശരിയായി. പേരിന്റെ ഒരു പ്രശ്നം വന്നിരുന്നു, ഒരു ഇനീഷ്യലിന്റെ മാറ്റാൻ വേണ്ടിട്ട്. പിന്നെ സ്കൂളിലെ കുറെ പിന്നെ റെഡി ആയി അത്. കുറച്ച് ഇഷ്യൂസ് വരാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. സുന്ദർകുമാർ പോയോ? ഓക്കെ. 6 5 6 ചന്ദ്രന്റെ കർമ്മ. ഇത് വരുമ്പോ വയറില് ഫുഡിൽ എന്തോ ഇഷ്യൂസ് ഉണ്ട്, അത് ശ്രദ്ധിച്ചോളൂ. 7 വരുമ്പോ സൂര്യൻ വിത്ത് ബുധൻ സർപ്പം. കല്യാണം, ലവ് മാരേജ് കഴിക്കാൻ വലിയ താല്പര്യമുള്ള ക്യാരക്ടറാണ്. ലവ് മാരേജ് വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. ലവ് മാരേജ് കഴിക്കുന്നത് ഭയങ്കര പിടിവാശിക്കാരനാണ്.
ലവ് പ്രേമിക്കുന്നുണ്ടെങ്കിൽ അതിന് പെൺകുട്ടിക്ക് പല്ലിനുള്ള ഗ്യാപ്പോ വളവോ എന്തെങ്കിലും ഉണ്ടാവും. ഫ്രണ്ട് പല്ല്. നഴ്സിംഗുമായി ബന്ധപ്പെട്ടോ മെഡിസിനുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ IT മേഖലയിലോ ഇൻട്രസ്റ്റിങ്, അല്ലെങ്കിൽ ടീച്ചിങ് മേഖല. ഈ 3 മേഖലയിൽ പെണ്ണിനെ സെർച്ച് ചെയ്യുന്നത് നല്ലത്. പ്രണയം വല്ലതുണ്ടോ? ഉണ്ടായിരുന്നു, പക്ഷെ ബ്രേക്കപ്പ് ആയി. ഈ അത് പെൺകുട്ടിക്ക് നഴ്സിംഗ് ആയിരുന്നു. നഴ്സിംഗ് ആയിരുന്നു. പല്ലിന് കറക്റ്റ് പല്ലിന് പ്രശ്നം. സൂര്യകർമ്മയാ ഞാൻ പറഞ്ഞ കേൾക്കണം, ഞാൻ മനസ്സിലാക്കിയുള്ള പിടിവാശിക്കാരിയാണ്. ആ കുട്ടീന്റെ ആള് അവിട്ടാണ് തോന്നുന്നു. അത് നിനക്ക് അവിട്ടം തന്നെയാന്ന് ഞാൻ പറഞ്ഞല്ലോ, ലഗ്നം. ആ പിന്നെ പെൺകുട്ടി പിടിവാശിക്കാരിയാ, ഭയങ്കര പിടിവാശിക്കാരിയാ. ആൾക്ക് ബ്രേക്കപ്പ് ആയി പോയി. വയറുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങളുണ്ടാവും ആൾക്ക്. പീരിയഡ്സ് പ്രശ്നം, യൂട്രസുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു, പറഞ്ഞിരുന്നു ആ സമയത്ത്. നീ പ്രേമിച്ചാലും നീ അറേഞ്ച് മാരേജ് കഴിച്ചാലും ഞാൻ പറയുന്ന പോലെ ഒരു പെണ്ണിനെ കിട്ടാൻ പറ്റും. ദിസ് ഈസ് എം തിയറി. ഇതൊരിക്കലും മാറ്റാൻ പറ്റില്ല, ഇത് ഒരിക്കലും മാറില്ല. ഇത് മാറണമെങ്കിൽ നീ കർമ്മ ചേഞ്ച് ചെയ്യാണ്ട് നിനക്ക് ഇത് മാറ്റാൻ പറ്റില്ല. സോ ലവ് മാരേജ് ചെയ്യുന്ന ഇപ്പോഴും ആഗ്രഹം ഉണ്ടാവും, മാറിപ്പോടുന്നില്ല. ഇനിയും പെണ്ണിനെ നീ തപ്പും, ഇനിയും വേറെ പെൺപിള്ളേരെ പുറകിൽ പോകും. ഇതൊക്കെ നിന്റെ ക്യാരക്ടറാണ്, അത് മാറ്റാൻ പറ്റില്ല. സോ പെണ്ണും അതുപോലെ തന്നെ ആയിരിക്കും. കല്യാണം കഴിയുന്നവരെ സൈലന്റ് ആയിരിക്കും, കല്യാണം കഴിഞ്ഞ പിന്നെ വയലന്റ് ആയിരിക്കും. ഒരു രക്ഷയില്ല. നല്ല എട്ടിന്റെ പണി കിട്ടുന്ന അർത്ഥം. വിദേശത്തേക്ക് പോകാൻ യോഗം ഉണ്ട്, വിദേശത്ത് ജോലി ചെയ്യാനും താല്പര്യമുണ്ട്. അപ്പൊ ഇപ്പൊ എവിടെ, ഏത് നാട്ടിലെന്ന് പറഞ്ഞാൽ? ഖത്തറില്. അപ്പൊ വിദേശത്ത് ജോലി ചെയ്യാൻ താല്പര്യമുണ്ട്, വിദേശത്ത് ജോലി ചെയ്യാൻ, വിദേശവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ കാരണം ചെയ്യാം, നോ പ്രശ്നം. ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഇല്ല, ഇത് പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഖത്തറിൽ ജോലി ചെയ്യുമ്പോൾ അവിടുത്തെ മുതലാളിമാര് നീ പറയുന്നത് അവർക്കും മനസ്സിലാവില്ല, അവർ പറയുന്നത് നിനക്കും മനസ്സിലാവില്ല. കമ്മ്യൂണിക്കേഷൻ എറർ എന്റെ ലൈഫിൽ പല രീതിയിലും സംഭവിച്ചിട്ടുണ്ടാവും, സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. ശരിയാണോ തെറ്റാണോ? കമ്മ്യൂണിക്കേഷൻ മിസ്റ്റേക്ക്, അതായത് നീ പറയുന്നത് മനസ്സിലാവാതെ അവർക്ക്, അവര് പറഞ്ഞത് മനസ്സിലാവാതെ വരിക, അങ്ങനെ കുറെ ഇഷ്യൂസ് വരും. ഇപ്പൊ നിലവില് വന്നിട്ടില്ല, അപ്പൊ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പൊ 1 വർഷമായി ആവുന്നുള്ളൂ ഇവിടെ വന്നിട്ട്. അപ്പൊ അത് വരും, അങ്ങനെ പ്രശ്നങ്ങളൊക്കെ വരും. ഓക്കെ, ഡോക്യുമെന്റുമായി ബന്ധപ്പെട്ട് പാസ്പോർട്ട് ശ്രദ്ധിക്കുക, പാസ്പോർട്ട് മിസ്സാവുക, പാസ്പോർട്ട് പുതുക്കുക. പിന്നെ അവിടെ ലോൺ എടുത്തു കഴിഞ്ഞാൽ ലോൺ മറ്റേത് എന്താ ക്രെഡിറ്റ് കാർഡ് പ്രശ്നം, ഇതൊക്കെ നീ അനുഭവിക്കാൻ കിടക്കുകയാണ്. സൂക്ഷിച്ചും കണ്ടും നടന്നില്ലേ നല്ല എട്ടിന്റെ പണി കിട്ടുന്ന അർത്ഥം. ഓക്കെ, കാരണം കടം മേടിക്കാൻ ഭയങ്കര മിടുക്കനാ നീ, ഭയങ്കര ഇഷ്ടം കടം മേടിക്കാൻ. നീ ചെറുപ്പം തൊട്ട് ആലോചിച്ച് നോക്ക്, ചേച്ചിമാരെ കയ്യിൽ നിന്ന് ബന്ധുക്കളെ നിന്നൊക്കെ നീ പൈസ ചോദിച്ചു മേടിക്കും, അവർ തരും ചെയ്യും. ശരിയാണോ തെറ്റാണോ? ശരി. 7, 8, 8 ഞരമ്പിലുമായിട്ട് ബന്ധപ്പെട്ട എന്തോ അസുഖമുണ്ടല്ലോ നിങ്ങളുടെ ഫാമിലിയില്? അച്ഛനോ ആർക്കെങ്കിലും ഞരമ്പുമായി ബന്ധപ്പെട്ട പ്രശ്നം വന്നോ? ക്യാൻസർ ബാധിച്ച ആരെങ്കിലും ക്യാൻസർ ബാധിച്ചിരുന്നോ ഫാമിലിയിൽ? അച്ഛന്റെ അച്ഛന്റെ ഏട്ടൻ. അപ്പൊ നിനക്ക് ഞരമ്പ് മണ്ഡലമായിട്ട്, അച്ഛന് ഹൃദയാഘാതം പോലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നോ? ഞരമ്പ്, കണ്ണിന് ആശുറവ് വന്നോ? ഇല്ല. അച്ഛന് ബ്ലഡ് വിത്ത് വയറിൽ പ്രശ്നമുണ്ട്. വയറിന് മറ്റേ ഈ സ്റ്റോണിന്റെ ഒരു പ്രശ്നം. അപ്പൊ കിഡ്നി സ്റ്റോണിന്റെ പ്രശ്നം ഓൾറെഡി ഓക്കെ, അതൊക്കെ. അത് കഴിഞ്ഞ അച്ഛനുള്ള ഞരമ്പുമായി ബന്ധപ്പെട്ട് പ്രശ്നമുണ്ട്. അപ്പൊ അത് സ്കിന്ന് ഞരമ്പുമായി ബന്ധപ്പെട്ട് പ്രശ്നം, ഹൃദയാഘാതമുള്ള പ്രശ്നങ്ങൾ അച്ഛന് വരാൻ സാധ്യത കൂടുതലാണ്. പിന്നെ അച്ഛന് ലോൺ പ്രശ്നം, ഗവൺമെന്റ് പ്രശ്നം, ഗവൺമെന്റ് ഡോക്യുമെന്റ്, അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് അച്ഛന് വന്നിരുന്നോ? വീട് എടുക്കുന്ന സമയത്തൊക്കെ വീടിന്റെ കാര്യങ്ങളിലൊക്കെ പ്രശ്നങ്ങളൊക്കെ. 7, 8, 9. അച്ഛന് ചെറുപ്പത്തിൽ കാണും. അച്ഛന് ചെറുപ്പത്തിൽ നല്ല ഭംഗിയായിരുന്നു കാണാനല്ലേ? അച്ഛൻ പറയാറുണ്ട്. മിലിറ്ററി, പോലീസ്, പട്ടാളം എന്തൊക്കെയാ ആവണം അച്ഛന് ആഗ്രഹം കുറെ ഉണ്ടായിരുന്നു. അങ്ങനെ ശരിയാണോ? അതെ. അച്ഛൻ എന്താ ജോലി എന്ന് പറഞ്ഞാൽ മറന്നുപോയി. വെൽഡറോ? ഈ റൂഫ് വർക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുക്കും. റൂഫ് വർക്ക്. 7, 8, 9, 10. ജോലി, വിദേശത്ത് ജോലി പോകാൻ ഓക്കെയാണ്.
പക്ഷേ നീ വിദേശത്ത് ജോലിക്ക് പോയാൽ ഒരു അപകടം കാണുന്നുണ്ടല്ലോ. നിനക്ക് നീന്താൻ അറിയില്ലല്ലേ? നീന്താൻ എങ്ങനെ? അറിയില്ലല്ലേ? ഇല്ല അറിയില്ല. കടലിലേക്ക് ഇറങ്ങണ്ടട്ടാ. കടല്, കുളം, കായല്, വെള്ളം മുങ്ങിയിട്ടുണ്ടാ? ഓർമ്മയുണ്ടോ വല്ലത്? പണ്ടേ പേടിയാണ് വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ പണ്ടേ പേടി. ഇറങ്ങണ്ട, എന്താ പറഞ്ഞു അറിയില്ല. വരുന്നുണ്ട്. വെള്ളം അത് നീ വെള്ളം ഞാൻ കുടിക്കും. പണ്ട് പൂളിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഫ്രണ്ട്സിനോട്. പക്ഷെ എനിക്ക് ഭയങ്കര പേടിയാവും വെള്ളത്തിനോട്. ഭയങ്കര എന്താ അറിയില്ല. മുക്കി വിടും, 2 മുക്കി വെള്ളം കുടിപ്പിച്ചു വിടും. ഇതല്ല, ഇത് പോട്ടെ. നീ വെള്ളം കുടിക്കുന്ന ചുമക്കുക, വെള്ളം കുടിക്കുമ്പോ നിന്നെ തേട്ട് വരാം, അങ്ങനെ വല്ല പ്രശ്നവും ഉണ്ടാവാറുണ്ടോ വെള്ളം കുടിക്കുമ്പോ? ഇല്ല അങ്ങനത്തെ പ്രശ്നമില്ല. ശ്രദ്ധിച്ചോളട്ടോ, വാട്ടർ എപ്പോഴും നിങ്ങൾക്ക് പ്രശ്നമാണ്. പിന്നെ കാലില് തരിപ്പ്, കഴപ്പ്, വാദം പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. കുഴി മടിയനാണ്, നല്ല മടിയുണ്ട്. പണിയെടുക്കണമെന്ന് നന്നായിട്ട് പണിയെടുക്കും, അതേപോലെ കിടന്ന് ഉറങ്ങും ചെയ്യും. അതുകൊണ്ട് ബിസിനസ് ചെയ്യാം, ഭാവിയിൽ ചെയ്യാം, പക്ഷെ കുഴപ്പമൊന്നുമില്ല. ഒരു കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ ഒരു ബാഡ് കർമ്മ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. കല്യാണം നിനക്ക് വാരിക്കുഴിയാ മോനെ. നിനക്ക് കല്യാണം വാരിക്കുഴിയാ. പുണ്യകർമ്മ ചെയ്യുന്ന ഒരു ഭാര്യനെ നീ തെരഞ്ഞെടുത്തില്ല എങ്കിൽ നിന്റെ ജീവിതം വാരിക്കുഴിയാണ് അർത്ഥം. അനിയത്തിയൊക്കെ വിട്ടുപോട്ടാ. അനിയത്തിയൊക്കെ നിങ്ങൾ ഭാവിയിൽ വിട്ടുപോകാൻ സാധ്യത കൂടുതലാണ്. വസ്ത്രങ്ങളോട് ഇഷ്ടം കൂടുതലാണ്. ഉത്സാഹമില്ലായ്മ, ഒന്നിലൊരു ഉത്സാഹമില്ലാത്തൊരു ക്യാരക്ടർ, ലക്ഷ്യബോധം ഇല്ലാത്തൊരു ജീവിതം, സ്വർണം കളഞ്ഞു പോവാ, സ്വർണം ഭാര്യ മൂലം പ്രശ്നങ്ങൾ വരിക, ദേശത്തിനോടും നാടിനോടും ഒരു ദേഷ്യം വൈരാഗ്യമുള്ള പോലെ വരും ക്യാരക്ടർ. പല അർത്ഥങ്ങളുള്ള വാക്കുകൾ പറയുക, നീ പറഞ്ഞത് പലർക്ക് മനസ്സിലാവാതിരിക്കുക, അങ്ങനെ കമ്മ്യൂണിക്കേഷൻ എറർ സംഭവിക്കുക ലൈഫിൽ. പിന്നെ കുറച്ച് ദേഷ്യക്കാരനാണ്, ദേഷ്യക്കാരനാണ്. സംഘം ഇതിലും അത് ശരി, സ്കൂളിലൊക്കെ എന്തെങ്കിലും ഇതിൽ പങ്കെടുത്തിട്ടുണ്ടായിരിക്കും. ബന്ധുക്കള് കുറവാണ്, സ്വാതന്ത്ര്യശീലമുള്ള ഒരു ക്യാരക്ടറാണ്. ഒറ്റയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ക്യാരക്ടറാണ്. ഭാര്യയുടെ കൂടെ ഒട്ടിപ്പിടിച്ചിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ക്യാരക്ടറാണ്. പിന്നെ അമ്പലം, ദൈവം, ഇതൊക്കെ നല്ല ഇഷ്ടമുള്ള ക്യാരക്ടറാണ്. ഇത് കുഴപ്പമൊന്നുമില്ല. പിന്നെ തടി കൂടാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ വയറ് ചാടിയോ ഇപ്പൊ? കുഴപ്പമില്ല. തടി കൂടും. ഇതൊക്കെ കല്യാണം കഴിഞ്ഞ തടി കൂടി വയറൊക്കെ ചാടി നല്ല തടിയായിട്ട് വരും. ലൈഫിൽ കുറെ ദുഃഖകരമുള്ള അനുഭവങ്ങൾ കടന്നു വരും. താഴ്ന്ന കുടുംബത്തിലാണ് ജനിച്ചത്. വാദം വരും, തണുപ്പ് സഹിക്കാനുള്ള ശേഷി കുറയും. പിന്നെ ശരീരം അനങ്ങുന്ന ജോലി ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം. ലൈഫിൽ സഹായം ചെയ്യാന്ന് പറഞ്ഞാൽ അവസാനം മുങ്ങുണ്ടാവും. അതുകൊണ്ട് ആരും പ്രതീക്ഷിക്കണ്ട. നിങ്ങൾക്ക് ഒരു ക്യാരക്ടർ ഉണ്ട്. നിന്റെ കയ്യിൽ 5000 കോടി രൂപ ബാങ്കിലുണ്ട്. നിനക്ക് സ്വന്തമായിട്ട് വിമാനം ഉണ്ട്, സ്വന്തമായിട്ട് ട്രെയിൻ ഉണ്ട്, സ്വന്തമായിട്ട് കപ്പലുണ്ടെങ്കിലും നിനക്ക് എപ്പോഴും ടെൻഷൻ ഉണ്ടാവും. എന്ത് കിട്ടിയാലും നീ തൃപ്തിപ്പെടില്ല എന്നർത്ഥം. മനസ്സിലായോ? അത് കല്യാണം കഴിച്ചിട്ട് ഇതിനെ കെട്ടണ്ടായിരുന്നു, വേറെ കിട്ടിയാൽ മതിയായിരുന്നൊക്കെ തോന്നും. ഫോൺ മേടിച്ചിരുന്നു, ഇത് കണ്ടായിരുന്നു, എടുത്തത് മതിയായിരുന്നു. 40 വയസ്സ് കഴിഞ്ഞിട്ടാണ് ലൈഫിൽ പുരോഗതി വരിക കേട്ടോ. മീഡിയേറ്റർ ജോലി ചെയ്യാൻ നല്ല ഇഷ്ടമായിരിക്കും നിനക്ക്. മീഡിയേറ്റർ 40 എടുക്കുന്നത് അത് കുഴപ്പമൊന്നുമില്ല, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ശ്വാസം മുട്ട് പോലെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ബ്രീത്തിങ്ങുമായി ബന്ധപ്പെട്ട്, ശ്വാസം മുട്ടുമായി ബന്ധപ്പെട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. യൂറിനുമായിട്ട് ബന്ധപ്പെട്ട് പ്രശ്നം വരും. പിന്നെ ചെറുപ്പത്തിൽ തന്നെ മാർഷൽ ആർട്സ്, ആയോധന കലകളോ, ജിമ്മോ, എക്സസൈസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പോയിട്ടുണ്ടോ? പഠിക്കാൻ പോയിട്ടുണ്ടോ? ജിമ്മിലൊക്കെ പോകാറുണ്ട്. അത് കുറച്ചു നേരം ഭൂമിനെ മടി പിടിച്ചിരിക്കും, അതാണ് അറിയാലോ. ഒരു കുട്ടി അബോർഷനായി പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ അബോർഷനായി പോവാണെങ്കിൽ രണ്ടാമത് വരുന്നത് പെൺകുട്ടിയായിരിക്കും. ഇനി അഥവാ നിനക്ക് ആദ്യത്തെ കുട്ടി അബോർഷൻ ആയില്ലെങ്കിൽ അതൊരു ആൺകുട്ടിയായിരിക്കും. അതിനെ കൊണ്ട് ജീവിതത്തിൽ ഒരു ഉപകാരം ഉണ്ടാവില്ല. നിന്നെ പോലെ കുഴിമടിയനായിരിക്കും എന്നർത്ഥം. ഓക്കെ, വിദേശത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുക, അത് കർമ്മയാണ്. അതൊക്കെ ഓക്കെ. നല്ല ഭാര്യനെ അങ്ങനെയാണ് ഞാൻ പറഞ്ഞ പോലെ
സാമൂഹ്യ നന്മ ചെയ്യുന്ന ഒരു ഭാര്യനെ തെരഞ്ഞെടുത്ത് കല്യാണം വെച്ചാൽ ഭാര്യ മൂലം ഒരുപാട് കഴിവുണ്ടാവും, ഒരുപാട് ഉയരങ്ങളിൽ എത്താൻ പറ്റും. ഇപ്പൊ നഴ്സിംഗ് മേഖലയിൽ നിന്ന് ഭാര്യനെ തെരഞ്ഞെടുത്താൽ വിദേശത്തേക്ക് കൊണ്ടുപോകാനൊക്കെ പറ്റും. ഓക്കെ, പഴയ ആള് നഴ്സിംഗ് ആയിരുന്നു ഞാൻ പ്രണയിച്ച. അത് പറയണ്ടെന്നേ, അതുപോലത്തെ ഒരു പെണ്ണെ തന്നെ എടുത്താൽ മതി എന്ന് പറഞ്ഞ. കുഴപ്പമില്ല, ഞാൻ പറഞ്ഞ മേഖലയാണെങ്കിൽ നല്ല ഭാര്യനെ കിട്ടും, ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. പ്രണയിക്കാനുള്ള സമയം ഇനിയും ഉണ്ട്. പ്രേമിക്കാൻ നിങ്ങൾക്ക് വേണ്ട താല്പര്യം കൂടുതലുള്ളതാ. കൈ എങ്ങനെ പടം പറ്റിയായിരുന്നു? കൈ 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 ആ എന്തിനെ പറ്റിയ? പറ്റിയിരുന്നു. കൈ ഒരു ഉളുക്കലുണ്ടായിരുന്നു, ഉളുക്കൽ വന്നു, റെഡി ഉളുക്കി പോയിരുന്നു. അതൊക്കെ റെഡി. ഒരു പച്ച കൈ റിസ്റ്റിന് എന്താ ഇവിടെ എന്തെങ്കിലും പച്ച കുത്തിക്കോട്ടെ, എന്തെങ്കിലും ഒരു പച്ച കുത്ത് നല്ലതാട്ടാ. എവിടെ? വലത് കൈല? ഇടത് കൈലോ വലത് കൈലോ? ഇടത് കൈല് ലെഫ്റ്റ് ഹാൻഡിൽ ഇവിടെ ഇങ്ങനെ ഒരു പച്ച കുത്തും നല്ലതാ. ഈ ഒരു ഭാഗത്ത് കേട്ടാ. താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി. നാട്ടിൽ വരെ നിൽക്കണ്ട, നാട്ടിൽ നിന്നിട്ടിന്റെ പണിയാണ്, വിദേശത്ത് തന്നെ നിന്നാൽ മതി. അതേപോലെ വാദം പ്രശ്നം വരും, കാലില് വാദരോഗം വരും കേട്ടോ. ബിസിനസ് ചെയ്യാൻ നിൽക്കണ്ട, പല രീതിയിൽ പൈസ നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലാട്ടോ. 2 ഭാര്യയുടെ യോഗം ഉണ്ടെന്ന് നിങ്ങൾക്ക്. 2 ഭാര്യ എന്ന് പറയുന്നത് ഒരു ഫ്രണ്ടായിട്ടൊരു പെണ്ണുണ്ടാവും, ഭാര്യ ഉണ്ടാവും, അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് അങ്ങനെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഭാര്യയ്ക്ക് അനിയത്തി ഉണ്ടാവും, അവളെ കല്യാണം കഴിച്ച് വിടേണ്ട ഉത്തരവാദിത്വം നിനക്ക് വരും. അങ്ങനെ എന്തൊക്കെയോ ഇതിന്റെ കർമ്മയിലുണ്ട്. ജോലി ചെയ്യുക, അതൊക്കെ കർമ്മയാണ്, വേറെ വഴിയൊന്നുമില്ല. ലൈഫ് ലോങ് വിദേശത്ത് തന്നെ ആയിരിക്കും. അല്ല, കുറച്ചു കാലം ജോലി ചെയ്യേണ്ടി വരും. 10-15 കൊല്ലത്തേക്ക് എന്തായാലും ജോലി ചെയ്യേണ്ടി വരും. അത് മാത്രല്ല, വിഷ്ണുവിന്റെ അമ്പലം അവിടെ വല്ലയിടത്തുണ്ടായിരുന്നു. കൃഷ്ണൻ വിഷ്ണു വീടിന്റെ അടുത്ത് ഉണ്ടായിരുന്നു. അവിടെ ഇടയ്ക്ക് പോകണം, നല്ലതാണ്. അത് മാത്രല്ല, കളവ് പോവാ, തീപ്പൊള്ളൽ ഏൽക്കുക, കളവ് തീപ്പൊള്ളൽ ഏൽക്കുക. പിന്നെ പട്ടി പശു കടിക്കാൻ വരിക, കടിക്കുക, കുത്താൻ വരിക ഉണ്ടായിട്ടുണ്ടോ? പണ്ട് പട്ടിയെ കടിക്കാൻ വന്നിരുന്നു ചെറുപ്പത്തില്. വയറിന് എന്തെങ്കിലും അസുഖമുള്ള ഒരു ഭാര്യനെ കിട്ടുക. ഭാര്യനെ കുറ്റം പറയും, കളിയാക്കും, കുറ്റം പറയും, വെറുക്കും, അങ്ങനെയൊക്കെ ഉള്ള ഒരു ക്യാരക്ടർ നിനക്കുണ്ട്. അതോ പറഞ്ഞ ഞാൻ നല്ല ഭാര്യനെ തെരഞ്ഞെടുത്തോന്ന്. ഒരു തന്നിഷ്ടപ്രകാരം ആ ജീവിക്കുന്ന ക്യാരക്ടറാണ് നീ കേട്ടാ. ഒരു തന്നിഷ്ടക്കാരനാണ്. ചുവന്ന കളറിനോട് ഇഷ്ടമാണ്, വസ്ത്രത്തിനോട്. ഇപ്പൊ ഏത് കളർ എടുത്തിട്ടിരിക്കണേ? ചുവന്നെ. അങ്ങനെ വരുള്ളൂ. ഇന്നത്തെ ദിവസം ചുമ. ഇന്ന് വേറെ മുതലാണ് ഇപ്പൊ തന്നെ. അവനും ചുമ കളർ തന്നെയായിരുന്നു ഡ്രസ്. കുറച്ച് കർമ്മം ബാക്കി നിൽക്കുന്നുണ്ടല്ലോ. സമ്പാദ്യം, ബാങ്ക്. നീ ബാങ്കിൽ വല്ല ജോലി ചെയ്തിട്ടുണ്ടോ? ബാങ്ക്, പലിശ, പണവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? കുറി? പണ്ട് കളക്ഷൻ ഏജന്റ് അങ്ങനത്തെ പരിപാടിയൊക്കെ പോയിട്ടുണ്ട്. കളക്ഷൻ പോയിട്ടുണ്ടല്ലേ? ശരി. ഒരു ഓക്കെ, കീർത്തിമാനാവാനുള്ള യോഗം ഉണ്ട് കേട്ടോ. നല്ല കീർത്തിമാനാവാനുള്ള, അതായത് വിദേശത്ത് നിന്ന് പോയി കൊണ്ടുവന്ന പൈസ സമ്പാദിച്ച് കീർത്തി ഉണ്ടാക്കാനുള്ള യോഗം ഉണ്ട്. വിദ്യാഭ്യാസം എത്ര പഠിച്ചു?
ഞാന് ഡിപ്ലോമ. മടിയനായിരുന്നല്ലേ പഠിപ്പിലൊക്കെ? പഠിപ്പില് കുഴപ്പമില്ല, ആവറേജ് ആയിരുന്നു. പഠിച്ചു. ഭാര്യനെ നീ എന്താ ചെയ്യണമെന്ന് കല്യാണം കഴിച്ചിട്ട് നഴ്സിംഗുമായി ബന്ധപ്പെട്ടോ അവര് ഭാര്യനെ സെലക്ട് ചെയ്യാം. എന്നിട്ട് കല്യാണം കഴിഞ്ഞിട്ട് 2 കൊല്ലം ഭാര്യനെ നാട്ടിൽ നിർത്തുക. എന്നിട്ട് നീ വിദേശത്ത് പണിയെടുക്കുക. എന്നിട്ട് ഭാര്യനെ വിദേശത്ത് കൊണ്ടുപോകാം. 1 കൊല്ലം 2 കൊല്ലം. ഞാനങ്ങനെ തന്നെ വിചാരിച്ചത്. രണ്ടായിരത്തി 15-18 എവിടെയായിരുന്നു? പഠിക്കുന്ന സമയല്ലേ 2015 പറയുമ്പോ പ്ലസ് 18 കോളേജ് പാസ് ഔട്ട് ആയതാണ്. ആ സമയത്തുള്ള പെൺകുട്ടി ഉണ്ടായിരുന്നോ? ആ സമയത്തൊന്നുമില്ല. അത് മുമ്പായിരുന്നു? അല്ല, അതിന് ശേഷമാണ് 2020 അതന്നെ 18 കഴിഞ്ഞില്ല. ശരിയുടെ ഭാഗത്തിലെ കാര്യമില്ല. ശരി 2025 നോട്ട് കേട്ടോ. 2027 2028 മുതൽ, അതായത് 2027 9-ാം മാസം 11-ാം തീയതി 9-ാം മാസം മുതൽ, ഓക്കെ, 2027 9-ാം മാസം മുതൽ 2028 6-ാം മാസം വരെ സമയമുണ്ട്. 2027 9-ാം മാസം മുതൽ 2028 6-ാം മാസം. കറക്റ്റ് എത്ര മാസം? കറക്റ്റ് 10 മാസം അല്ലേ? അല്ല, 10 മാസമല്ല. 1 കൊല്ലത്തിനടുത്ത്. 1 കൊല്ലവും 3 മാസം അല്ലേ? അങ്ങനെ 27-ഉം 28-ന്റെയും ഇടയിൽ, അതായത് 27 9-ാം മാസം കഴിഞ്ഞ് 28 6-ാം മാസം എന്ന് പറയുമ്പോ കറക്റ്റ് അതന്നെ 10 മാസത്തിനടുത്ത് അല്ലേ? 10 ഉണ്ടാവില്ലല്ലോ. ആ ടൈമിൽ നീ കല്യാണം കഴിച്ചോ? ആ ഗ്യാപ്പ് നോക്കി നീ പെണ്ണ് കെട്ടിയാൽ, പ്ലാൻ ചെയ്ത് കെട്ടിയാൽ നിനക്ക് നല്ല ഭാര്യനെ കിട്ടും. എത്ര വയസ്സായി? 27 വയസ്സ്. 27 വയസ്സ് അല്ലേ? കറക്റ്റ് 28-ാമത്തെ വയസ്സ്. ആ സമയത്ത് തന്നെയാണ് ഇപ്പൊ കല്യാണ യോഗം. കറക്റ്റ് പെണ്ണ് വരും. മെഡിസിനുമായി ബന്ധപ്പെട്ട്, മരുന്നുമായി ബന്ധപ്പെട്ട്, നഴ്സിംഗുമായി ബന്ധപ്പെട്ട്, ടീച്ചിങ് മേഖല, കുട്ടികളെ പഠിപ്പിക്കുന്ന മേഖല, ഈ മേഖലയിൽ നിന്ന് തിരഞ്ഞെടുക്കും. ഓക്കെ, ഒന്നിനും ഞാൻ ഉത്തരവാദിത്തം ഏറ്റെടുക്കൂല. ഈ സമയത്ത് കെട്ടിയാൽ ഞാൻ ഉത്തരവാദിത്തം ഏറ്റെടുക്കാം. പിന്നുള്ളത് 2030 8-ാം മാസം 2031 2030 8-ാം മാസം കഴിഞ്ഞ് 30-31 പിന്നുള്ളത്. അത് കഴിഞ്ഞ് പിന്നുള്ളത് പിന്നെ 34 വേണം. എഴുതിക്കോ. പൂരാട നക്ഷത്രം, തിരുവോണ നക്ഷത്രം, ചതയ നക്ഷത്രം, കന്നി ലഗ്നം, മിഥുനം ചന്ദ്രൻ, ഉത്തര നക്ഷത്രം, അത്തം പാദം 3, തൃക്കേട്ട പാദം 3, അനിഴ നക്ഷത്രം. അനിഴം. ഈ നക്ഷത്രങ്ങളിലൊന്നും ആരെ തെരഞ്ഞെടുക്കാൻ പാടില്ല? ഭാര്യയെയോ ബിസിനസ് പാർട്ട്ണറെയോ തെരഞ്ഞെടുക്കാൻ പാടില്ല. ഈ ദിവസങ്ങളെല്ലാം നിങ്ങൾക്ക് പ്രശ്നങ്ങളാണെന്ന് അർത്ഥം. ഈ ദിവസങ്ങള് ഈ നക്ഷത്രക്കാരൊക്കെ പ്രശ്നങ്ങളാണ്. ആരൊക്കെ ഉണ്ടെങ്കിലും അവരുടെ അടുത്ത് സൂക്ഷിച്ച് കണ്ടും പെരുമാറാം. ഓക്കെ. പിന്നുള്ളത് എന്ന് പറഞ്ഞത് മുൻജന്മ കർമ്മം. മുൻജന്മത്തിലേക്ക് പോയി നോക്കിയാൽ നീ
ഗവൺമെന്റിന് സേവനം ചെയ്യുന്ന കുട്ടികൾക്കും കുട്ടികൾ ഗവൺമെന്റിനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരാളായിരുന്നു. അതിൽ കുറെ പെൺകുട്ടികളുമായി ബന്ധപ്പെട്ട് അതൊരു ഭംഗി കൂട്ടുന്ന തുണി, ടെക്സ്റ്റൈല്, ഡിസൈൻ വർക്ക്, അങ്ങനത്തെ എന്തോ കുട്ടികളുമായി ബന്ധപ്പെടുന്ന ഏതൊരു മേഖലയിലായിരുന്നു ജോലി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 2 പെൺകുട്ടികൾ എനിക്ക് യോഗം ഉണ്ടെന്ന് പറയാൻ കാരണം. അങ്ങനെ ഒരു മേഖല ഭയങ്കര പിടിവാശിക്കാരനും ദേഷ്യക്കാരനായിരുന്നു. അപ്പൊ അങ്ങനെ മേഖലയിലായിരുന്നു ജോലി. സോ അതുകൊണ്ട് ആ മേഖലയിൽ നിന്ന് തന്നെ ഭാര്യനെ തെരഞ്ഞെടുക്കുന്നതാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു മേഖല തന്നെയാണ് ഭാര്യ വരിക. ഗവൺമെന്റിന് സേവനം, നാടിന് സേവനം ചെയ്യുന്ന ഒരു ജോലിയുമായിട്ട് ബന്ധപ്പെട്ടേ ഭാര്യ വരുള്ളൂ. ഭാര്യയോട് ഭയങ്കര അഭിപ്രായ വ്യത്യാസമായിരുന്നു. ഭാര്യ പറയുന്നതൊന്നും നിനക്ക് മനസ്സിലാവില്ല, നീ പറയുന്നത് ഭാര്യക്ക് മനസ്സിലാവില്ല. ഭാര്യനെ കടുത്ത വിമർശനം നടത്തുന്ന ഒരാളായിരുന്നു. സോ അതിന്റെ ഫലമായിട്ട് ഭാര്യ നിനക്കും വിമർശനങ്ങൾ തന്നുകൊണ്ടിരിക്കുന്ന അർത്ഥം ഈ ജന്മത്തിൽ. IT മേഖലയിൽ നിന്ന് ഭാര്യനെ തെരഞ്ഞെടുക്കണ്ട, തെരഞ്ഞെടുത്ത മോനെ 8ന്റെ പണി വരുന്നുണ്ട് ഉറപ്പം. ഓക്കെ, ഇത് കഴിഞ്ഞ് ജോലി, കുട്ടികളുമായി ബന്ധപ്പെടുന്ന ഒരു മേഖല തന്നെയാണ് ജോലി. കുട്ടികളെ വിമർശിക്കുക, കളിയാക്കുക, കുറ്റം പറയുക, ഇതൊക്കെയായിരുന്നു മെയിൻ പരിപാടികളിൽ നിന്നർത്ഥം. അതുകൊണ്ട് കുട്ടികളെ വിമർശിക്കാനോ, ഈ ജന്മം കുട്ടികളെ വിമർശിക്കാനോ കുട്ടികളെ കളിയാക്കാനോ പോകണ്ട, നല്ല പണി വരുന്നുണ്ട് എന്നർത്ഥം. ഓക്കെ, കുഴപ്പമില്ല. ജോലി കഠിനാധ്വാനിയായിരുന്നു മുൻ ജന്മത്തില്. അതുകൊണ്ട് കുറച്ച് നാടിന് കുറച്ച് സേവനമൊക്കെ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഫലമായിട്ട് നിനക്ക് 2 ഓപ്ഷൻ വരാം. ഒന്ന്, നീ വലിയ ലോണൊക്കെ എടുത്ത് കടം പേടിച്ച് ഗവൺമെന്റ് തന്നെ പൂട്ടാം. മുൻ ജന്മത്തിൽ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ പ്രശ്നം ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ഈ പ്രശ്നം ഗവൺമെന്റ് തന്നെ പൂട്ടുന്നില്ല. അതിന് ലോണുകള്, കടങ്ങള്, അതിനെ ലോക്ക് ചെയ്ത് വിടാനുള്ളത് ഗവൺമെന്റിന്റെ പ്ലാൻ. ലോകത്തിന്റെ ഗവൺമെന്റ് നിനക്ക് കടം തന്ന്, ക്രെഡിറ്റ് കാർഡ്, കടം, അത് ഇതൊക്കെ തന്ന് നിന്നെ മൊത്തം ലോക്ക് ചെയ്തിടാണ് പ്ലാൻ ചെയ്യണത്. അത് നിന്റെ ഇഷ്ടമാണ് എങ്ങനെ ജീവിക്കണം എന്നുള്ളത്. കടം മേടിച്ച് ജീവിക്കുകയാണെങ്കിൽ പണി കിട്ടും, കടം മേടിക്കാതെ ജീവിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നാണ് പറഞ്ഞു തരുന്നത്. മനസ്സിലായോ? മനസ്സിലായി. ഈ ഇതില് നിനക്ക് 3 കർമ്മ ഏടാ. 1, 2, 3, 4. അമ്മേനെ സംരക്ഷിക്കണം. അമ്മേനെ സംരക്ഷിക്കണം. പെൺകുട്ടികളെ ഉയർത്തി കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കണം. ആത്മീയത ഉയർത്തി കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കണം. ആത്മീയത, ആസ്ട്രോളജി പഠിക്കുക, ആസ്ട്രോളജി ഹെൽപ്പ് ചെയ്യുക, എന്നെ പോലുള്ള ആളൊക്കെ ഹെൽപ്പ് ചെയ്യുക. ഞാനല്ല, എന്നെ പോലുള്ള ഹെൽപ്പ് ചെയ്യുക. പിന്നെ ഒരു കർമ്മം ഉള്ളത്, ശരി എവിടെ നിൽക്കണേ, 7, 8. അച്ഛനെ സംരക്ഷിക്കുന്ന കർമ്മയും ഉണ്ട്. പിന്നെ കുട്ടികളെ അറിവ്, നോളജ്, ബുദ്ധി ആൾക്ക് പറഞ്ഞു കൊടുക്കുക. ക്യാൻസർ ബാധിച്ചവരെ സഹായിക്കുക, ഹെൽപ്പ് ചെയ്യുക. ഇങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളൊക്കെ കർമ്മയിൽ ആഡാണ്. സോ ഇത്രയും കർമ്മ ആഡുള്ളോ, വല്ലാണ്ട് കർമ്മ കാര്യങ്ങളൊന്നും, വല്ലാണ്ട് ഒരുപാട് കർമ്മങ്ങൾക്ക് ഇല്ല. സോ അതുകൊണ്ട് നിന്റെ ജീവിതം ഞാൻ പറഞ്ഞ പോലെ പോവാണെങ്കിൽ വളരെ സ്മൂത്ത് ആയിട്ട്, പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് സിമ്പിൾ ആയിട്ട് കഴിഞ്ഞു. വിദേശത്തേക്കാണെങ്കിൽ നാട്ടിൽ വന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റിയാൽ പെടും. നാട്ടില് നിക്കാൻ പാടില്ല എന്നാണ്. അപ്പൊ 2027 വരുമ്പോ എത്ര വയസ്സാവും? പിന്നെ വർഷയുടെ പറഞ്ഞ 27 to 28 അല്ലേ പറഞ്ഞു? 26 9 മാസം മുതൽ അല്ലേ? 27 9 26 9 27 9 മാസം മുതൽ 28 6 മാസം. അപ്പൊ എത്ര വയസ്സായി? 24 ആവുമ്പോ 27. ഇപ്പൊ നിനക്ക് എത്ര വയസ്സ്? ഇപ്പൊ 27. 27. 24 കണക്ക് പറഞ്ഞേ. അല്ല, 24 27 ഈ 2024. ഇനി അടുത്ത വർഷം 29 വയസ്സല്ലേ? 29 വയസ്സ്. ആ സമയം തന്നെ കിട്ടിയാൽ മതി കേട്ടാ. ഇപ്പൊ തന്നെ ഓടിപ്പിടിച്ചു പോയി കെട്ടാൻ നിക്കണ്ടെന്ന് അർത്ഥം. അനിയത്തിനെ കെട്ടിച്ചു വിട്ട് കിട്ടാം. ഇല്ല, അനിയത്തിയുടെ നിശ്ചയായി. അപ്പൊ അനിയത്തിനെ കെട്ടിച്ചു വിട്ടേ. അനിയത്തിനെ കുറിച്ച് പറഞ്ഞാൽ അയ്യോ, നിന്റെ അനിയത്തിക്ക് ആഡംബരത്തിനോടും ഇതിനോടും താല്പര്യമാണ്, പിടിവാശിക്കാരിയാണ്, ചൊവ്വാദോഷമുണ്ട്, പിടിവാശിക്കാരിയാണ്, വയറിനുള്ളിൽ പ്രശ്നമാണ്, PCOD, PCOS, അല്ലെങ്കിൽ യൂട്രസ് മാറ്റിട്ട് എന്തായാലും ഇഷ്യൂസ് ഉണ്ടാവും. PCOD ഉണ്ട്. ഇതൊക്കെ ഇങ്ങനെ എനിക്കറിയാം. പിടിവാശിക്കാരിയാണ്. അതിന്റെ ക്യാരക്ടർ എനിക്കറിയാം. ഒരു ഉപകാരമില്ല മോനെ നിന്റെ ഭാര്യക്ക്, അല്ല
നിന്റെ അനിയത്തിക്ക് ജീവിതം കൊടുത്തു. മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാൻ സേവനം ചെയ്യുന്നതിനാണ് നിന്റെ അനിയത്തിയുടെ യോഗം, വിധി, കർമ്മം. അനിയത്തി കല്യാണം കഴിഞ്ഞ എന്താ പ്രശ്നങ്ങൾ ഉണ്ടാവും? കല്യാണം പ്രശ്നമല്ല. ഭർത്താവിനെ അവള് സ്നേഹിച്ചാൽ ഭർത്താവിന് സ്നേഹം തിരിച്ചു കിട്ടും, ഇല്ലെങ്കിൽ കിട്ടില്ല. അവിടെ ഇപ്പൊ ഒരു പ്രണയ വിവാഹമായിരുന്നു. പ്രണയ വീട്ടില് ആലോചിച്ച് അങ്ങനെ പ്രണയ വിവാഹം. എന്തായിക്കോട്ടെ, അവള് എന്ത് പ്രേമിച്ചാലും വെച്ചാലും ഭർത്താവിന് കല്യാണം സ്നേഹം കൊടുത്താൽ തിരിച്ചു കിട്ടും, ഇല്ലെങ്കിൽ കിട്ടില്ല. ഇനി എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിച്ചോ. പിന്നെ എനിക്ക് എന്താ കഴിവുകൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നമ്മള് ഏതെങ്കിലും ഒരു മേഖല വിദേശത്ത് പോയിട്ട് എന്ത് ചെയ്യണം? അവിടെ പണിയെടുത്ത് അത് നീ മിത്രാത്മകന്നല്ലല്ലോ. സൗദി അറേബ്യയില് എന്റെ ജോലി എത്ര മണിയാണെന്നറിയോ? കാലത്ത് എന്റെ ജോലി എന്ന് പറയുന്നത് ജോലി സമയം സ്റ്റാർട്ട് ആവുന്നത് 3 മണിക്കാണ്. അതായത് ഉച്ചക്ക് വൈകിട്ട് 3 മണിക്ക് എന്റെ ജോലി സ്റ്റാർട്ട് ആവും. അത് കഴിഞ്ഞ് ഞാൻ ജോലിക്ക് പോയി, അവിടെ എല്ലാ കാര്യങ്ങളും എന്റെ കൺട്രോളിലാണ്. അതെല്ലാം കഴിഞ്ഞ് ജോലിക്ക് ഒരു സെക്കൻഡ് ഇറങ്ങാനും പറ്റില്ല. ജോലി കഴിയുന്ന സമയത്ത് എന്നറിയോ? പുലർച്ചെ 4 മണി. വൈകിട്ട് 3:30 ജോലിക്ക് 3 മണിക്ക് ജോലിക്ക് കയറിയ ഞാൻ തിരിച്ചു വരുന്നത് പുലർച്ചെ 4 മണിക്ക് വീട്ടിൽ വരും, റൂമിൽ വരും. അവിടെ കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഫുഡൊക്കെ അവിടെ ഉണ്ടാവും. ഫുഡ് കഴിച്ച് കാറിലൊക്കെ കഴിഞ്ഞ് വരുമ്പോ ഏകദേശം ഒരു 5 മണി. 5 മണി കണ്ട് ഞാൻ ആസ്ട്രോളജി പഠിച്ചോണ്ടിരുന്നു. അതിനുശേഷം പിന്നെ ആസ്ട്രോളജി എടുത്തു തുടങ്ങി. അപ്പൊ സൗദി അറേബ്യയിൽ 5 മണിയാകുമ്പോൾ ഇവിടെ സമയത്ത് 7 മണി 7:30. അപ്പൊ ഇവിടെ ആസ്ട്രോളജി പറയാനുള്ള ആള് റെഡി ആയിട്ടുണ്ടാവും. ഒരു ദിവസം ഒരു അപ്പോയിന്റ്മെന്റ് ഞാൻ എടുക്കും. ഓക്കെ, അപ്പോ 5 മണിക്ക് അപ്പോയിന്റ്മെന്റ് സ്റ്റാർട്ട് ആവും. 5 മണിക്ക് 5:30 അപ്പോയിന്റ്മെന്റ് സ്റ്റാർട്ട് ആവും. ഇതുപോലെ വീഡിയോ കോൺഫറൻസ് സൗദി അറേബ്യയിൽ. എന്നിട്ട് അപ്പോയിന്റ്മെന്റ് കഴിയുമ്പോ 5 മണി 6 മണി 7 2 മണിക്കൂർ അപ്പോയിന്റ്മെന്റ്. അന്ന് 2 മണിക്കൂറായിരുന്നു. 2 മണിക്കൂർ അപ്പോയിന്റ്മെന്റ് കഴിയുമ്പോ എത്ര മണിയായി? അവിടെ 6 7 അല്ലേ? 7 മണി. 7 മണി കഴിഞ്ഞിട്ട് 1 മണിക്കൂർ പിന്നെയും പഠിപ്പുണ്ടാവും. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും വാട്സപ്പ് വീഡിയോ കോള് ഫാമിലിനെ വിളിക്കില്ല, അതൊക്കെ ആയിട്ട് 8 മണി 8:30. 8:30 കിടന്നു കഴിഞ്ഞാൽ പിന്നെ അരമണിക്കൂർ എന്തെങ്കിലും പഠിക്കാനുണ്ടാവും. ഹെഡ്സെറ്റ് പാട്ട് അങ്ങനല്ല, ലേണിംഗ് ഉണ്ടാവും. എന്നിട്ട് കിടന്നുറങ്ങുന്ന എത്ര മണിക്കാ? 9 മണിക്ക്. 9 മണിക്ക് കിടന്നുറങ്ങിട്ട് 10 11 12 1 2 3 6 മണിക്കൂറാണ് എന്റെ ഉറക്കം. അത് അപ്പൊ 2:30 എഴുന്നേൽക്കണ്ടേ? ഇപ്പൊ 5.5 മണിക്കൂർ ഉറക്കം. അവിടെ വീണ്ടും എഴുന്നേൽക്കുന്നു. അതുപോലൊക്കെ പണിയെടുക്കാൻ നീ മിത്രാത്മജനൊന്നും അല്ലല്ലോ. ഒരു മിത്രാത്മജൻ ലോകത്തൊന്നുള്ളൂ. അത് സൗദി അറേബ്യയിൽ ജോലി ചെയ്യുമ്പോൾ എല്ലാരും പറയും നിന്നെ പോലെ ഒരാൾ നീയുള്ളൂ. കാരണം എന്താ അറിയോ? എത്ര പണിക്കാരുണ്ടെങ്കിലും അവിടെ ഞാൻ കിടന്നുറങ്ങുന്നതും എഴുന്നേൽക്കുന്നതും ആർക്കും കാണുന്നില്ല. ഞാൻ എപ്പോഴാണ് ഉറങ്ങുന്നത്, ഇവൻ എപ്പോഴാണ് കിടന്നുറങ്ങുന്നത്, അതിനുള്ള യൂട്യൂബ് വീഡിയോ ചെയ്യും. ഇതൊക്കെ പരിപാടി ഉണ്ടായിരുന്നു. അതുപോലൊക്കെ നീ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചാൽ നിനക്ക് എന്തെങ്കിലുമൊക്കെ ആയിത്തീരാം. മനസ്സിലായോ? എന്നെ പോലെ ആവണം. അല്ലാണ്ട് നീ പണിയെടുക്കുന്നുണ്ട്, കിടന്നുറങ്ങുന്നു, തിന്നുന്നു, തോന്നുന്നു, പിന്നെ കുറെ കൂട്ടുകാരെ വിളിക്കുന്നു, കുറെ ആളുകൾ സംസാരിക്കുന്നു, കിടന്നുറങ്ങുന്നു, ആ ജോലി. അതല്ലാണ്ട് നീ സൗദി അറേബ്യയിൽ 12 മണിക്കൂർ നിന്റെ ജോലി കഴിഞ്ഞിട്ട് ബാക്കി ടൈമിനെ നീ എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നാണ് നിന്റെ കഴിവ്. നീ എന്തിന് യൂസ് ചെയ്യുന്നു അതാണ് നിന്റെ ഭാവി. ഇനി പറ, എപ്പോഴും ഡ്യൂട്ടിക്ക് പറഞ്ഞ? ഞാന് 4 മണിക്കാണ് എണീക്കുക. അവിടുത്തെ സമയം 6 മണിക്കാണ് ഡ്യൂട്ടി. 6 മണിക്ക്. 4 മണിക്ക് ഇവിടുത്തെ 2 മണിക്കൂർ മുമ്പേ എഴുന്നേൽക്കും. 6 മണി 5:30 ആകുമ്പോ ബസ് വരും. ബസ് കയറി 6 മണിയാകുമ്പോ ഡ്യൂട്ടി കയറും. 12 മണിക്കൂർ ഡ്യൂട്ടി. 4 മണിക്ക്. 4 മണിക്ക് 1.5 മണിക്കൂർ മുമ്പ് എനിക്ക് ഫുഡ് കഴിക്കണം, ക്യാൻറ്റീൻ പോകണം, ഫുഡ് കഴിച്ച് അത് കഴിഞ്ഞ് നേരം. അതായത് ജോലിക്ക് പോവാൻ വൈകിട്ട്? അതെ, അല്ല രാവിലെ. പുലർച്ചെ 4 മണിക്ക്. പുലർച്ചെ 4 മണി. പുലർച്ചെ ഒരു മിനിറ്റ്. പുലർച്ചെ 4 മണിക്ക് എന്നിട്ട് ക്യാൻറ്റീനിൽ പോയിട്ട് ഫുഡ് കഴിച്ച് നീ വണ്ടിയില് ബസ് വരും. ബസ് 5:30 വരും. 5:30 ബസ് ഇവിടുന്ന് എടുക്കും. 5:30 ബസ് ഇവിടുന്ന് എടുക്കും. ബസ് 6 മണിക്ക് ഡ്യൂട്ടിക്ക് കയറും. 6 മണിക്കൂറിനുള്ളിൽ 6 മണിക്ക് ഡ്യൂട്ടിക്ക് കയറും. ഡ്യൂട്ടി കയറി പിന്നെ വിട്ടേക്കും. എത്ര മണിക്ക് ഡ്യൂട്ടിന്ന് ഇറങ്ങാം? പിന്നെ 6 മണി വരെ. വൈകിട്ട് 6 മണി വരെ ഡ്യൂട്ടി. അത് ഡ്യൂട്ടിക്ക് വൈകിട്ട് 6 മണി വരെ. അത് കഴിഞ്ഞ് നേരെ ഫുഡ് കഴിച്ച്. അല്ലല്ല, പോരട്ടെ. അന്ന് 6 മണിക്ക് ഡ്യൂട്ടി 6 മണിക്ക് ഡ്യൂട്ടിന്ന് ഇറങ്ങിയിട്ട് 6 മണിക്കൂർ വീട്ടിൽ റൂമിൽ തിരിച്ചെത്തും അല്ലേ? ഒരു 10-20 മിനിറ്റ് കൊണ്ട് ഇവിടെ എത്തും. നമ്മള് ക്യാമ്പിലെത്തും. 6:30 റൂമിലെത്തി. അത് കണ്ട് എന്ത് ചെയ്യണം?
ഫുഡ് കഴിച്ച് പിന്നെ വീട്ടിലെ വിളിച്ച് ആ പിന്നെ പിന്നെ അത് ഞാൻ കിടന്നു. എത്ര മണിക്ക് തുറന്നു? പിന്നെ കുറച്ച് കഴിഞ്ഞ് കിടന്നു പറഞ്ഞു. ഫോണൊക്കെ നോക്കി. പിന്നെ എത്ര മണിക്ക് തുറന്നു? ചിലപ്പോ 9 മണി, ചിലപ്പോ 9 മണി 9:30 ഒക്കെ ആയി. ഇതാണ് പറഞ്ഞത്. നീ ആ ബാക്കിയുള്ള ടൈമില് നീ എങ്ങനെ യൂസ് ചെയ്യണം? നീ കാലത്ത് 4 മണിക്കായിട്ട് കുളിക്കാൻ 10-15 മിനിറ്റ് സൗദി വിദേശം എനിക്കറിയാം, ഞാൻ ചേർന്നല്ല. 15 മിനിറ്റ് കുളി കഴിയും. ബാക്കി 1 മണിക്കൂർ ക്യാൻറ്റീനിൽ കൊണ്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് ഹെഡ്സെറ്റ് വെക്കാം, കേട്ടുകൊണ്ട് പഠിക്കാം, എന്തെങ്കിലും ലേൺ ചെയ്യാം. ബസ് 20 മിനിറ്റ് യാത്ര, 20 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ലേൺ ചെയ്യാം. ഒരു വീഡിയോ കണ്ട് എന്തെങ്കിലും ലേൺ ചെയ്യാം. തിരിച്ച് ഇവിടെ 20 മിനിറ്റ് ലേൺ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഡെയിലി 1 മണിക്കൂർ വേണ്ടിയിട്ട് നിങ്ങൾക്ക് മാറ്റി വെക്കാം. ഉറങ്ങുന്നതിന് മുമ്പ് 1 മണിക്കൂർ വേണമെങ്കിൽ നിങ്ങൾക്ക് മാറ്റി വെക്കാം. ഡെയിലി വേണമെങ്കിൽ വിചാരിച്ചാൽ അപ്ഡേറ്റ് ആവും. നിന്റെ ലൈഫിൽ നീ അപ്ഡേറ്റ് ആക്കാം. എന്ത് പഠിക്കാം, എല്ലാം ഓൺലൈൻ ഉണ്ട്. അങ്ങനെ ഇൻട്രസ്റ്റ് ഉള്ള ഏത് മേഖലയാണോ പഠിക്കാം. ബിസിനസ് ബിസിനസ്, ഫുഡ് ആണെങ്കിൽ ഫുഡ്, വാട്ടവർ എന്തും യൂസ് ചെയ്താൽ നിങ്ങൾക്ക് നല്ല ജീവിതവും കുടുംബജീവിതവും നിന്റെ ജീവിതത്തിൽ വിജയം ഉണ്ടോ. ഇല്ലെങ്കിൽ നിന്റെ ജീവിതം പ്രശ്നമാണ് എന്നർത്ഥം. ഓക്കെ, ഇപ്പൊ ഉള്ള ജോബ് കുഴപ്പമുണ്ടോ? ഞാനിപ്പോ പോകുന്ന ഈ വിദേശത്തുള്ള കെമിക്കൽ പരമായ ജോബ് കുഴപ്പമുണ്ടോ? ഇപ്പൊ എന്തിട്ട് ചെയ്യണേ? അവിടെ ഞാൻ ഓപ്പറേറ്റർ അസിസ്റ്റന്റാ. എന്തിന്റെ? അവിടെ എത്തിലിൻ പ്ലാന്റ് ആണ്, പ്രൊഡക്ഷൻ പ്ലാന്റ് ആണ്. എന്ത് പ്രൊഡക്ഷൻ? എത്തിലിൻ. എത്തിലിൻ എന്ന് പറഞ്ഞാൽ കെമിക്കൽ അല്ലേ? കെമിക്കൽ, നമ്മള് പ്ലാസ്റ്റിക് സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പ്രൊഡക്റ്റ്. കുഴപ്പമൊന്നുമില്ല. പെട്രോ കെമിക്കലിന്റെ കമ്പനിയാണ്. ജോലി ഇപ്പോഴുള്ള ജോലി എനിക്ക് പോരാ. അപ്പൊ ഞാൻ വേറെ പ്രൊമോഷന് നോക്കുന്നുണ്ട് വേറെ ഹയർ പോസ്റ്റിലേക്ക്. ഇപ്പൊ 50-60 ഒക്കെ ഉള്ളത്. എന്റെ പ്രായത്തിൽ ഇപ്പൊ തൽക്കാലം മതി, നോക്കിക്കോ. അത് കുഴപ്പമൊന്നുമില്ല. പ്രൊമോഷൻ നിങ്ങൾക്ക് മാർച്ച് മാസത്തോടെയൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ്. അത് നോക്കിക്കോ. പക്ഷെ ജോലിയിൽ നിങ്ങൾക്ക് പ്രശ്നം വരാൻ പോകുന്നേ ഉള്ളൂ. മാർച്ച് മാസം മുതൽ നിങ്ങൾക്ക് ജോലിയിൽ പല പ്രശ്നങ്ങളും നീ അനുഭവിക്കേണ്ടി വരും. അതിൽ യാതൊരു മാറ്റമില്ല. ഒന്നല്ലെങ്കിൽ മാറ്റം പല പ്രശ്നങ്ങളും ഞാൻ അനുഭവിക്കേണ്ടി വരും ജോലിയുമായി ബന്ധപ്പെട്ട്. കുഴപ്പമൊന്നുമില്ല. ജോലി പോവാം, ജോലി വിട്ടുമാറാം, ജോലി എന്തെങ്കിലുമൊക്കെ സംഭവിക്കും മാർച്ച് മാസം മുതൽ. വിദേശത്ത് നിൽക്കുന്നത് തന്നെയാണ് നല്ലത്. നാട്ടിൽ വന്നാൽ നീ ഒരു പണിയും ചെയ്യില്ല. നീ കുഴിമടിയാണ്, ഒരു പണിയും ചെയ്യില്ല നാട്ടിലൊന്നും. ഇവിടെ നിന്നാ അങ്ങോട്ട് പോകണം തോന്നും, അവിടെ നിന്ന് ഇങ്ങോട്ട് പോകണം തോന്നും. അന്ന് നിൽക്കുന്ന സമയത്ത് ഇവിടെ വരണ്ടാന്നായിരുന്നു അതിന്റെ. പിന്നെ അങ്ങനെ കിട്ടിയ സമയത്ത് വിദേശത്തെ പോകണ്ടെന്ന് തന്നെ താല്പര്യം, പോകണ്ടെന്ന് തന്നെ ആയിരുന്നു. പിന്നെ എന്ത് കൽപ്പിച്ചോ. വേറെ ഈ രോഗത്തിന്റെ ഇത് തന്നെ ആയിരിക്കുമല്ലോ, വയറ് അങ്ങനത്തെ സംബന്ധമായി. ഞരമ്പുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ട്, ഫുഡ് വയറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. ഫുഡ് അവോയ്ഡ് അങ്ങനെ തന്നെ ഉണ്ടോ? എന്താ ഫുഡ് ഒഴിവാക്കാം? രാത്രിയില് പാല്, മയോണീസ്, പാല്, തൈര്, മോര്, വെണ്ണ, കൊഴുപ്പ് സാധനങ്ങൾ രാത്രി ഒഴിവാക്കിയാൽ മതി. എത്ര ഉള്ളൂ. ഓക്കെ വേറെ എന്തെങ്കിലും കറക്റ്റ് ആയിരുന്നു. 99% കറക്റ്റ് ആയിരുന്നു. പിന്നെ എനിക്ക് അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞെല്ലാം കറക്റ്റ് ആയിരുന്നു. പറഞ്ഞ് കറക്റ്റ് ആയിട്ടില്ലാന്ന് തോന്നുകയാണെങ്കിൽ 10 കൊല്ലം കഴിഞ്ഞിട്ട് ഈ വീഡിയോ റെക്കോർഡിംഗ് എടുത്ത് കാണുക. അപ്പൊ ബാക്കി കൂടി കറക്റ്റ് ആവും. 10 കൊല്ലം കഴിയുമ്പോൾ ബാക്കി കൂടി കറക്റ്റ് ആവും. ഇപ്പൊ കറക്റ്റ് ആവാത്ത കുറെ കാര്യങ്ങളുണ്ടല്ലോ, അത് 10 കൊല്ലം കഴിയുമ്പോൾ കറക്റ്റ് ആയിക്കോളും. ഓക്കെ, നമ്പർ നീ വാട്സാപ്പിലേക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടോ? അക്ഷയ് എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇപ്പൊ വിളിച്ചിട്ടുണ്ടോ തന്നെ? ഇല്ല, ഇപ്പൊ വിളിച്ചില്ല. നേരത്തെ വിളിച്ചല്ലോ. ആ നമ്പറിലല്ല, വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ശരിയാ, വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹായ്, പേഴ്സണൽ നമ്പറിലേക്ക്. പേഴ്സണൽ നമ്പറില്ല, എവിടെ? ഐ ആം അക്ഷയ് എന്ന് പറഞ്ഞിട്ട്. അക്ഷയ് എന്തോ ഓക്കെ, അക്ഷയ്. ഓക്കെ. ഇപ്പോഴേ ചെറിയൊരു പണിയുണ്ട് എനിക്ക്. ചെറിയൊരു പണി എന്ന് പറയുന്നത് നിസാരം. അലക്സഞ്ചന വ്ളോഗ്സ്
ഞാനേ അലക്സഞ്ചന വ്ളോഗ്സിൽ ഒരു വീഡിയോ അതിന്റെ ലിങ്ക് വിട്ടിട്ടുണ്ട്. അപ്പൊ അവിടെ പോയിട്ട് കമന്റ് ചെയ്തേക്ക് ഈ പുള്ളിയുടെ അപ്പോയിന്റ്മെന്റിലേക്ക് ഇന്ന് കിട്ടി എന്ന് പറഞ്ഞ് ഒരു അഭിപ്രായം രേഖപ്പെടുത്തേക്ക്. അത്ര മാത്രം എനിക്ക് വേണ്ടിയിട്ടുണ്ട്, വേറെ ചെയ്യണ്ട. പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആയോ നമുക്ക് സൊല്യൂഷൻ ഉണ്ടാക്കി തരാം. വാട്സാപ്പിലെല്ലാം കോൾ വിളിച്ചാൽ മതി. സ്റ്റാറ്റസ് ഒക്കെ ഡെയിലി ചെക്ക് ചെയ്യാം. അപ്പൊ എല്ലാ റെക്കോർഡിങ് അത് 2 ദിവസം കഴിയും കിട്ടാൻ. അതിന്റെ താഴെ ഒരു കമന്റ് ഇടുക, ഈ പുള്ളിയുടെ അപ്പോയിന്റ്മെന്റ് ഞാൻ എടുത്തു, എന്നിട്ട് എന്നെ കുറിച്ചുള്ള അഭിപ്രായം ഇതെന്താ വെച്ചാൽ നിങ്ങൾ ഇഷ്ടം ഒന്ന് രേഖപ്പെടുത്തേക്ക് കേട്ടോ. ആയിക്കോട്ടെ, ഓക്കെ ബൈ, ശരി.